ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറാൻ വാറിനെ പറ്റിയാണ്. അതിൻ്റെ രണ്ടാമത്തെ വീഡിയോ സെക്ഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത്. നമുക്ക് പെട്ടെന്നൊരു 12 ക്വസ്റ്റ്യനോളം നോക്കാം. ഇറാൻ്റെ സുപ്രീം ലീഡറായിരുന്ന അലി ഖമനി അധികാരത്തിലെത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം ചോദിക്കും. 1989 1989. ഇനി അലി ഖമനിയുടെ മുൻഗാമി ആരാണ്? റുഹല്ല ഖൊമേനിയാണ് മുൻഗാമിയായിട്ട് വരുന്നത്. അതേ ചോദ്യം അടുത്ത സെക്ഷനിൽ വരുന്നു. പിൻഗാമി ആരായിട്ട് വരുമെന്ന് ചോദിക്കും. നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞത് തന്നെയാണ്, മകനായ മുജ്തബ ഖമനി. ഇനി ഇറാനിലെ രാഷ്ട്രീയ സംവിധാനം എന്താണത്? ഇസ്ലാമിക് തിയോക്രസിയാണ്. ഇസ്ലാമിക് തിയോക്രസി. നെക്സ്റ്റ് വൺ, ഇസ്ലാമിക വിപ്ലവം നടന്നത് 1979 ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇറാനിലെ ഏറ്റവും ശക്തമായ സ്ഥാനം ഏതാണ്? ആ ശക്തമായ സ്ഥാനം എന്ന് പറയുന്നത് സുപ്രീം ലീഡർ എന്ന പദവിയാണ്. സുപ്രീം ലീഡറുടെ പ്രധാന പങ്ക് സൈനിക നിയന്ത്രണമാണ്. സൈനിക നിയന്ത്രണം. 8th വൺ, ഇറാനിലെ മതനേതാവും രാഷ്ട്രീയ നേതാവും ആര് തന്നെയാണ്? അതിൻ്റെ പേരും സുപ്രീം ലീഡർ എന്ന് തന്നെയാണ്. മതനേതാവും രാഷ്ട്രീയ നേതാവും ഒരാൾ തന്നെയാണ്. ആ പദവിയുടെ പേരെന്ന് പറയുന്നത് സുപ്രീം ലീഡർ എന്നാണ്. ഈ സുപ്രീം ലീഡറിനെ നിയമിക്കുന്നത് ആരാണ്? അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന വിഭാഗമാണ് സുപ്രീം ലീഡറിനെ നിയമിക്കുന്നത്. ഇറാനിലെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1979 ഇറാനിലെ ഭരണഘടന നിലവിൽ വന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇസ്ലാമിക വിപ്ലവം നടന്നതും 1979 ഇറാനിൽ ഒരു ഭരണഘടന നിലവിൽ വരുന്നതും 1979. ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഇറാൻ്റെ തലസ്ഥാനം PSCയിൽ ഇപ്പം കറണ്ട് അഫേഴ്സിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇറാൻ്റെ തലസ്ഥാനം മറക്കരുത്, തെഹ്റാൻ ആണ്. എന്താണ്? തെഹ്റാൻ. ഇറാൻ്റെ ഔദ്യോഗിക മതം ഏതാണ്? സുന്നി ഇസ്ലാം ആണ്. എന്താണ്? സുന്നി ഇസ്ലാം. അപ്പം നമ്മൾ 12 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ 12 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ്. 90% നമുക്ക് വിശ്വസിക്കാം. അപ്പം നമ്മൾ കറണ്ട് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇതും പഠിക്കുക. നോട്ട് എഴുതിയെടുക്കാൻ തയ്യാറെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.